കഴിഞ്ഞ 12 കൊല്ലത്തിനിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഏറ്റവും മോശം ഗവേണൻസ് എന്നുള്ള നിലയിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തുപോ എന്ന് ഈ ചെറിയ നമ്മൾ ജെൻസിന്നോ ജെൻ ആൽഫ എന്നൊക്കെ വിളിക്കുന്ന കൊച്ചു കുട്ടികൾ പാറ്റാപ്പാട്ടിലേക്ക് ഉണ്ടാക്കി പറയുന്ന കാലത്താണ് നമ്മൾ വിദ്യാഭ്യാസം മഹോന്നതമാണ്, ഉത്തരോത്തരം പുരോഗമിക്കുകയാണെന്നൊക്കെ പറയുന്നത്. എന്താ അതിനെപ്പറ്റി ആരും ഒന്നും പറയാത്ത? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല അഭിലാഷ് ഒന്ന് തിളച്ചു പറഞ്ഞോട്ടെ, ഞാൻ കാത്തിരുന്നത് അഭിലാഷേ. ഇങ്ങനെ കുറെ കാലം അഭിലാഷേ നമ്മൾ മാതൃഭൂമിയുടെയും കേരളത്തിലെ ഫ്ലോറിൽ നിന്ന് ഒരുപാട് തിളച്ചു മറിഞ്ഞതല്ലേ. ഞാൻ ആ ചരിത്രമൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കണോ? അങ്ങനെ തിളച്ചു പറഞ്ഞ പാറ്റാ പാർട്ടി എന്തോ വിപ്ലവം സാധിക്കുന്നു, ഇതാ നരേന്ദ്രമോദിയെ മൂക്കിൽ വലിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് ഈ ഫ്ലോറിൽ ഇരുന്ന് നിങ്ങൾ രാവിലെ വൈകുന്നേരം വരെ അലറി വിളിച്ചിട്ട് അതിന്റെ അവസ്ഥ എവിടെ എത്തിയ? എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. അഭിലാഷേ, ഉത്തര ഭാരതത്തിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന താങ്കളോട് ഞാനൊരു ലഘുവായ ചോദ്യം ഉത്തരഭാരതല്ല മൊത്തം ഇന്ത്യയിലാണ് CBSE എല്ലായിടത്തും ഉള്ളതല്ലേ? നീറ്റ് പരീക്ഷ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതാണ്. ഉത്തരഭാരതല്ല മൊത്തം രാജ്യത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? അഭിലാഷ്, ഏതായാലും ഇന്ത്യ രാജ്യത്തെ BJPയുടെ ഗവൺമെന്റിന്റെ നയങ്ങളെയും പരിപാടികളെയും അംഗീകരിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളല്ല അഭിലാഷ് എന്ന് കേൾക്കുന്നവർക്കും നമുക്കൊക്കെ അറിയാം. അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നതേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ വിമർശിച്ചോളൂ, ഞാൻ അത് അംഗീകരിക്കാം. പക്ഷെ താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ അംഗീകരിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമല്ലേ കൊച്ചു കേരളം? അഭിലാഷ്, കേരളത്തിലെ സർവകലാശാല, അഭിലാഷ് ഈ കണക്കൊന്ന് ശ്രദ്ധിക്കണം. ഇതാ സാർ നമ്പർ 1 കേരളത്തിൽ 2,07,115 ഡിഗ്രി സീറ്റുകളുണ്ട് അഭിലാഷെ കേരളത്തിൽ, വിശ്വോത്തരമായ കേരളത്തിൽ. അങ്ങ് നീറ്റിനെയൊക്കെ എതിർക്കുന്ന ആധുനിക സർവകലാശാലകളിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയിൽ ഗവർണർമാർ ഇടപെടുന്നതിന്റെ മുമ്പ് അഭിലാഷിന് അറിയുമോ, 85,552 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. പഠിക്കാൻ ഒരു കുട്ടിയുമില്ല. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? 41%. ഞാൻ ഡേറ്റ വെച്ച് അറിയാം അഭിലാഷിനോട്. എന്താണ് 2.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് ഒളിച്ചോടി അങ്ങ് കർണാടകയിലും കഴിവുള്ളവൻ കാനഡയിലും അമേരിക്കയിലും ഒളിച്ചു പാർക്കുമ്പോൾ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർത്ത് തരിപ്പണമാകുമ്പോൾ, അത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവരുടെ ആളുകൾ പ്രതീക്ഷയോടെ നോക്കിയത് കേന്ദ്ര ഗവർണർമാരിലായിരുന്നു. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. യോജിപ്പൊക്കെ കാണിച്ചിട്ടുണ്ടാവാം. ശരി. യൂണിവേഴ്സിറ്റി സേവ് ഫോറങ്ങൾ അവർ പ്രതീക്ഷ അർപ്പിച്ചു പോയത് ഗവർണറിലായിരുന്നു. ആ ഗവർണർ നിങ്ങൾക്ക് ഇന്ന് വിമർശിച്ചാൽ മതി, അന്ന് നമ്മൾ വിമർശിച്ചു അഭിലാഷേ. പക്ഷെ അവസാനം ഉണ്ടായത് എന്താ? പരമോന്നത നീതിപീഠം വരെ ജനങ്ങളുടെ പണമെടുത്ത് പോരാടാൻ പോയി. അവസാനം കോടതി എന്താ ചെയ്തെടുത്തത്? അതുകൊണ്ട് ഞാൻ അഭിലാഷോട് പറയുന്നത്, ഇത് ജനങ്ങൾക്ക് അനിവാര്യമാണ്. എതിർക്കുന്നവർ അവിടെ കിടന്ന് എതിർക്കും, ഞാൻ ഭരണവുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താങ്കളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംഘപരിവാർ നോമിനി എന്ന്. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, എന്താണ് അഭിലാഷ ഈ സംഘപരിവാർ നോമിനി എന്ന് പറഞ്ഞാൽ? അങ്ങനെ സംഘപരിവാർ നോമിനി അതൊരു പുതിയ അറിവാണല്ലോ. അല്ല ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത്, ഈ സംഘപരിവാർ എന്ന് പറയുന്നവർക്ക് ഇന്ത്യ രാജ്യത്ത് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിന് എന്തെങ്കിലും വിലക്ക് ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടോ അഭിലാഷേ? അതെനിക്കും അറിയില്ല. അങ്ങനെ രാഷ്ട്രീയമായിട്ട് അഭിലാഷമില്ലാത്ത ബന്ധങ്ങളില്ലാത്ത എത്രയാള് അങ്ങനെ കേരളത്തിൽ താങ്കൾ ഈ പറയുന്ന മാതിരി വന്നിട്ട്, അപ്പൊ നിങ്ങളെപ്പോലുള്ളവർക്ക് അഭിലഷണീയമാണെങ്കിൽ അത് ശരിയാണെന്നും അല്ല, അങ്ങനെയല്ല. ഞാനത് വിശദീകരിക്കാം. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമമുണ്ടല്ലോ, അത് നടക്കട്ടെ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഗവർണർമാർ, രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, 1300-ലധികം MLA-മാർ, ഏറ്റവും കൂടുതൽ MP-മാർ, ഇവരൊക്കെ ഈ രാജ്യത്തെ സംഘപരിവാർ നോമിനിയാണ് അഭിലാഷേ. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. അവർക്ക് ഇന്ത്യ രാജ്യത്തെ പദവികൾ വഹിക്കുന്നതിന് അയോഗ്യതയില്ല. മറിച്ച് അവർക്ക് അയോഗ്യതയുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും തിരുത്താനും ഈ രാജ്യത്ത് കോടതികളുണ്ട്. എല്ലാം കണ്ടല്ലോ നീ, ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇവിടെ അതല്ല അഭിലാഷേ നടക്കുന്നത്. വിസർജ്യം തിരിച്ചു കഴിക്കുകയല്ലേ. ഈ ഇരു കൂട്ടരും ഇന്നലെ വരെ എന്തിനൊക്കെ എതിർത്തുവോ അവസരം കിട്ടിയപ്പോ അതൊക്കെ പറഞ്ഞു. ഇവിടെ ജിൻഡോ ജോൺ പറയുന്നത് കേട്ടു, ഞങ്ങൾ PMC പദ്ധതിക്കെതിരാണ്. ഞാനോ? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ആള് മാറിയിട്ടൊന്നുമില്ല, ഈ ആള് തന്നെ. ജിൻഡോ ജോൺ എതിരായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, DK ശിവകുമാർ എതിരാണോ? രാഹുൽ ഗാന്ധി എതിരാണോ? നിങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി എതിരാണോ? ഇപ്പോൾ നിങ്ങൾക്കെതിരാണ്. കാരണം ഇന്ന് സമസ്തയുടെ പുസ്തകത്തിൽ ലേഖനം വന്നിരിക്കുന്നു, കടലാസിൽ വന്നിരിക്കുന്നു. കാരണം ഇന്ത്യ രാജ്യത്തെ മറ്റൊരു കോൺഗ്രസിനെയും
നിങ്ങൾ ഈ പറയുന്ന മാതിരി ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും PDPയും SDPയും നിയന്ത്രിക്കുന്നില്ല. ഭരണകൂടവും രാഷ്ട്രീയത്തിൽ നിന്നും മതങ്ങൾ വേറിട്ട് നിൽക്കണമെന്ന് പറയുന്നവന് തിട്ടൂരം കൊടുക്കുന്നത് മതവർഗീയ പാർട്ടികളുടെ കൂടാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് VD സതീശനുള്ള അഭിപ്രായവും നേരിട്ട് പറയാൻ പറ്റില്ല. ജിൻഡോ ജോണിന് പറയുന്ന മാതിരിയിൽ എല്ലില്ലാത്ത നാക്കല്ലേ ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? DK ശിവകുമാർ പറഞ്ഞിട്ടില്ല. അങ്ങ് ഇന്ത്യ രാജ്യത്തെ ഒരു കോൺഗ്രസ് സർക്കാരും PMC പദ്ധതിയെ വിമർശിക്കാനുള്ള തന്റെ ഇടവും നട്ടല്ലും കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിന് ഓരം ചേർന്ന് നടക്കുകയാണ്. എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ നന്ദു, എന്നോടൊന്നും ചോദിക്കരുത്. കേരളത്തിൽ മാത്രം വന്ന് ഈ രണ്ട് കൂട്ടരും ഈ രാജ്യത്തെ ജനങ്ങളെ കുറെ കാലമായി അഭിലാഷെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അധികാരം കിട്ടുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ ഓരോന്നും അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും മോഹിക്കുന്നിടത്ത് സഹായിച്ചു കൊടുക്കാൻ എനിക്കൊക്കോ. പകരം ഞാൻ അഭിലാഷോട് എന്തൊക്കെ വിയോജിപ്പ് ഞങ്ങളെ കുറിച്ച് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. അഭിലാഷെ, ഏത് നിലപാടാ BJP തിരുത്തിയത്? നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ എതിർപ്പിനെ ഭയന്ന് ഏത് നിലപാടാ BJP തിരുത്താൻ തയ്യാറായത്? വേഗം പറഞ്ഞാട്ടെ. നരേന്ദ്രമോദിയുടെ സർക്കാർ 3 കർഷക നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കുമെന്ന് വാശി പിടിച്ചിട്ട് പിൻവലിക്കുകയാണ് ചെയ്തത്. കോടതി റദ്ദാക്കുകയല്ല. നരേന്ദ്രമോദി തന്നെ ഒരു ടെലിവിഷൻ അഡ്രസ് നടത്തിയിട്ട് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ജനകീയ സമ്മർദ്ദം കൊണ്ട് പിൻവലിക്കുന്നതോ നിലപാട് മാറ്റുന്നതോ ഒക്കെ അക്ഷന്തവ്യമായ അപരാധമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ അങ്ങ് നേരത്തെ ചോദിച്ചില്ലേ ഈ സംഘപരിവാർ നോമിനികൾക്ക് എന്താണ് കുഴപ്പം എന്ന്. നോക്കിപ്പോ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ആരെയൊക്കെ വെക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. പിന്നെ വിവിധ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമനാധികാരമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ആരെയൊക്കെ വെക്കുന്നു. സ്വാഭാവികമായിട്ടും സംഘപരിവാർ നോമിനികളാണ്. കാരണം എന്താ? മാൻഡേറ്റ് ഉണ്ട്. രാജ്യം ഭരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംഘപരിവാർ നോമിനികളെ വിവിധ സ്ഥലങ്ങളിൽ വെക്കുന്നു. എതിരഭിപ്രായം പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ ഇവിടെ എതിരഭിപ്രായം പറഞ്ഞെന്താ? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇവിടെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കാൻ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത് നേരത്തെ LDF-നായിരുന്നെങ്കിൽ ഇപ്പോൾ UDF-നാണ്. അപ്പോയിന്റഡ് ആയിട്ടുള്ള ഗവർണർ വളഞ്ഞ വഴിയിലൂടെ, കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്യുന്നത് പോലെയല്ല, വളഞ്ഞ വഴിയിലൂടെ അപ്പോയിന്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെടാത്ത ഗവർണർ ചില ആളുകളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നതിനെ കുറിച്ചാണ് നോമിനികളെ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞത്. അത് രണ്ടാണ്. അതെ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അതാണ് എന്നുള്ളതുകൊണ്ടല്ല. രണ്ട് വഴിയാണ്. നേരായ വഴിയിൽ വരണ്ടേ? കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ പറയാം. ഒരു മിനിറ്റ് അഭിലാഷ് പറഞ്ഞോ? ആര് പറഞ്ഞു വേണ്ട? നോക്കൂ, നിങ്ങൾ ഈ തർക്കം ഉന്നയിച്ചപ്പോ തങ്ങളെ ഏറ്റവും അധികം ആക്രോശിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, വെള്ളിത്തടികയിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തില്ലേ? ഇതാ ചാൻസലർ പദവി എടുത്തോ എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അഭിലാഷെ തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തത്? ഇവിടെ നിങ്ങളും ഞാനും ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും വിയോജിക്കാം അഭിലാഷെ, പക്ഷേ UGCയുടെ മാനദണ്ഡ പ്രകാരം മാത്രമേ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ, ചാൻസലർ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചാൽ അഭിലാഷ് എന്ന വ്യക്തിക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം. ഭരണഘടനയും ജനാധിപത്യവും രാജ്യത്തെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒരു ഗവർണർ ചാൻസലർ പ്രവർത്തിക്കുന്നതെങ്കിൽ പോകാം. പക്ഷേ ആ പോയിടത്തൊക്കെ അതിദയനീയമായി പരാജയപ്പെടുത്തി പൊട്ടി പാളീസായി എങ്ങനെയുണ്ട്? എന്ത് ചെയ്യും? ഗവർണർ എന്ന നിലയിലുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ചാൻസലർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം രണ്ടാണ്. ചാൻസലർ എന്നുള്ളത് ഒരു ഭരണഘടനാ പദവിയല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്വം. നിങ്ങളെ കൊണ്ട് PMC ഒപ്പിടിപ്പിക്കും. ശരി, സമസ്തയല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും ഞാൻ വെല്ലുവിളിക്കുന്നു. ജിൻഡോ ജോൺ നിങ്ങളെ കൊണ്ടും PMC ഒപ്പിടിപ്പിക്കും. ശരി, അതാണല്ലോ ഇനിയുള്ള ചോദ്യം. ഒപ്പിട്ടത് നിങ്ങൾക്കും ചെയ്യേണ്ടി വരും. ശരി, ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ പണി മര്യാദക്കാണെന്ന്